ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കണത്. ഞാൻ അടയാണ് കേട്ടോ ഉണ്ടാക്കണത്. അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊടി ഞാൻ കുഴച്ചെടുത്തിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് കയ്യിൽ തന്നെ വെച്ചിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഇങ്ങനെ കൈവിരൽ വെച്ചിട്ട് വട്ടത്തിൽ ഇങ്ങനെ പരത്തി നൈസായി എടുത്തിട്ട് നമ്മളതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിങ്ങനെ ശരിക്കും അട പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇലയൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ അട ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അറിയുന്നവരുണ്ടാവുമെന്ന് അറിയാം, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ ചെയ്യണത്. വെച്ച് കൊടുത്തിട്ട് അങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അട റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആവിയിൽ വെച്ചിട്ട് ആവി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അടയാണ്. വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു അട എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എന്തുണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ട് നുറുക്കിയിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കും തക്കാളിയും സവാളയൊക്കെ കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തേക്ക് ഇട്ടിട്ട് കഷ്ണങ്ങൾ വേവിച്ചെടുക്കും. കുറച്ച് തേങ്ങ എടുത്ത് വറുത്തിട്ടുണ്ട്. സാമ്പാർ വറുത്തരച്ച് വയ്ക്കാനാണ് കേട്ടോ. നമ്മൾ വറുത്തരച്ചിട്ട് വയ്ക്കുന്ന സാമ്പാറേക്ക് തേങ്ങയൊക്കെ വറുത്ത് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കടുക് വറുത്ത് കഴിഞ്ഞാൽ സാമ്പാർ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് മീനുണ്ട്, അത് വറുക്കാം. ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ടേസ്റ്റിനാണ് കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഇനി നമുക്കതിലേക്ക് മീനിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. എൻ്റെ ചാനൽ അത്ര വലിയ ചാനലൊന്നുമില്ല കേട്ടോ. ചെറിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള, ഒരുപാട് മുന്നേ തുടങ്ങിയ ചാനലാണ്. ആരൊക്കെ കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കങ്ങനെ മീൻ വറുത്തെടുക്കാം കേട്ടോ. എല്ലാവരും ഓരോരോ തിരക്കുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചാനലുകൾ, ഒരു യൂട്യൂബ് ചാനലുകളൊക്കെ ഇങ്ങനെ മാറി മാറി കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് വന്ന് പെടുകയാണെങ്കിൽ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കണം. നമുക്ക് മീൻ റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരു മുരിങ്ങയുടെ ഇല വെച്ചിട്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. തോരൻ, മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു തോരനാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഇവിടെ ചെറിയ പൂരണ്ടായിരുന്നു. മോളൂസും ശ്രീകുട്ടിയും കൂടെ പൂരം കാണാൻ പോയിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് അവരെടുത്തിരുന്നു. അതാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇതുപോലെയൊക്കെ ആദ്യമായിട്ടാണ് പൂരത്തിന് കണ്ടത്. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ അങ്ങനെ പൂരത്തിന്? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. നിങ്ങളുടെ വീടുകളുണ്ടെന്ന്